Hi learners, welcome to SVK English classes. My name is Sunny Varkike. ഇന്ന് നമുക്ക് ഒരു ഇഡിയം പഠിക്കാം. ലേ ഡൗൺ ദ ലോ. ലേ ഡൗൺ ദ ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടൊരു കാര്യം അടിച്ചേൽപ്പിക്കുക. ലേ ഡൗൺ ദ ലോ. അത് വരുന്നത് എപ്പോഴാണ്? നമ്മളോട് വേറെ പാർട്ടീസ് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ നടത്താതെ വരിക. ആ നേരത്ത് അതോറിറ്റീസിന് സ്ട്രിക്റ്റായിട്ട് ഇവൺ അതർവൈസ് ചെയ്യായിരിക്കും. സാധാരണ ഇതിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഒന്ന് ഡിഫൈൻ ചെയ്യണം. ടു ഗീവ് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഓർ എൻഫോഴ്സ് റൂൾസ് ഇൻ എ ഫേം മാനർ ലൈക്ക് എ പാരൻറ്റ്, ടീച്ചർ ഓർ ബോസ്. ടു സ്പീക്ക് ഇൻ എ ഫേം സ്ട്രിക്റ്റ് വേ, ടു പുട്ട് ഇൻ അതർ വേർഡ്സ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു ഡാഡ് ആൻഡ് സൺ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എടുക്കുക. ഡാഡ് പറയുന്നത്, നോ മോർ വീഡിയോ ഗെയിംസ് അൺടിൽ യുവർ ഹോംവർക്ക് ഈസ് ഡൺ. നോ മോർ വീഡിയോ ഗെയിംസ് അൺടിൽ യുവർ ഹോംവർക്ക് ഈസ് ഡൺ. അപ്പം മകൻ പറയുന്നത്, യു ആർ റിയലി ലേയിങ് ഡൗൺ ദ ലോ. യു ആർ റിയലി ലേയിങ് ഡൗൺ ദ ലോ എന്ന് വെച്ചാൽ നിയമം അടിച്ചേൽപ്പിക്കുകയാണ്. അവിടെ തന്നെ നിങ്ങൾ സ്ട്രിക്റ്റ് ആകുന്നു എന്നർത്ഥം. ഇവിടെ നിയമം ഇല്ല, പാരൻറ്റ് സ്ട്രിക്റ്റ് ആവുന്നു എന്നർത്ഥം. ഇനി ഒരു എക്സാമ്പിൾ, മോം ലേഡ് ഡൗൺ ദ ലോ. വി ഹാഡ് ടു ഫിനിഷ് ഹോംവർക്ക് ബിഫോർ വാച്ചിങ് TV. അതൊരാളോട്, ഒരു കുട്ടി വേറെ ആളോട് പറയണതാണ്, റിപ്പോർട്ട് ചെയ്യണതാണ്. ദ കോച്ച് ലേഡ് ഡൗൺ ദ ലോ ആഫ്റ്റർ ദ ടീം കെപ്റ്റ് സ്കിപ്പിംഗ് പ്രാക്ടീസ്. ടീം മെമ്പേഴ്സ് കുറച്ചൊന്നും ഉഴപ്പുന്നു, പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഈ സിറ്റുവേഷനിൽ നിയമം സ്ട്രിക്റ്റ് ആക്കാണ്ട് നിവൃത്തിയില്ല. അപ്പോൾ കോച്ച് പറയണം, നിങ്ങൾ 5 മണിക്ക് വരണം, 2 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ മാച്ച് 2 ദിവസം കഴിയുമ്പോൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേറെ സമയമില്ല. അതാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ദ പോയിൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.